എന്തായാലും ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 തവണ ഞങ്ങൾ കാണാറുണ്ട്. അതേപോലെ തന്നെ വേറെ മലയാള സിനിമകൾ ഞാൻ 2-3 തവണ 3 പ്രാവശ്യം ഒരു ദിവസം കണ്ടിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടായിട്ട് 3 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ദിവസം 4 സിനിമ കാണണം എന്നുള്ളത്. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും അത് സഫലീകരിക്കണമല്ലോ. അപ്പൊ ഇന്നത്തെ എൻ്റെ ഇത്രയും വർഷത്തെ ഒരു ആഗ്രഹം നമ്മൾ ഇന്ന് സഫലീകരിക്കാൻ പോവാണ്. അപ്പൊ ഞാനും ആച്ചിയും പിന്നെ മിഥുനും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്നത്തെ സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ രാവിലത്തെ ഷോ ഡോക്ടറാണ് നമ്മൾ കാണുന്നത്. അത് പക്ഷെ മിഥുൻ അതിനില്ല. കാരണം നമ്മളെക്കാളും വലിയ സിനിമാ പ്രാന്തനായതുകൊണ്ട് അവൻ കോയമ്പത്തൂർ പോയിട്ട് ഡോക്ടർ കണ്ടു. അപ്പോൾ പിന്നെ അവന് ഇന്ന് എക്സാമിൻ്റെതായ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. എന്തോ റെക്കോർഡും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ പോയേക്കാണ്. അപ്പൊ 2 മണിയാകുമ്പോഴേക്കും അവൻ ആശീർവാദ് സിനിമാസിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇവിടുത്തെ സിനിമ കഴിഞ്ഞിട്ട് നേരെ ആശീർവാദ് സിനിമാസിലേക്ക് പോകും. അവിടെ ചെന്നിട്ടാണ് നമ്മൾ 2ാമത്തെ സിനിമ കാണുന്നത്. അത് വനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മൾ തിരിച്ച് പിന്നെയും ഇവിടെ UVM വന്നു. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് 2 തിയേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം 4 സിനിമകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഞാൻ ഗൂഗിളിലും യൂട്യൂബിലും നോക്കിയിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിന്നൊരു ചരിത്ര നിമിഷത്തിന് മുഹൂർത്തമാവാൻ പോവാണ്. അപ്പൊ നമ്മള് ഭയങ്കര സിനിമാ പ്രേമികളാണ്. അപ്പൊ നമ്മള് സിനിമേനെ ആരാധിക്കുന്ന ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം സിനിമയും സിനിമാ ആൾക്കാരൊക്കെ ഡൗൺ ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവർക്കൊരു സഹായം എന്നുള്ള നിലയിലും പിന്നെ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്ന നിലയിലും നമുക്കൊരു വീഡിയോ ആയി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോ നേരെ സിനിമ കാണാൻ പോവാം. അപ്പോൾ ഇനിയിപ്പോ ടിക്കറ്റ് എടുക്കാൻ സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 3 ഡോക്ടർ. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാ ടിക്കറ്റ് ഒക്കെ 120 രൂപയുള്ളൂ. 120 രൂപയുള്ളൂ? 120 രൂപയുള്ളൂ. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. നേരത്തെ ടിക്കറ്റ് കീഴിൽ തന്നെ പരിപാടി തന്നെയായിരുന്നു പറയും. വ്യത്യാസം വന്നിട്ട് UVM. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 120 അല്ല 130 രൂപയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും പുരോഗമനമുണ്ട്. ഇനി തിയേറ്ററിന്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ കൊറോണയൊക്കെ ഇതിനു മുമ്പ് കൊറോണ സമയത്ത് ഞങ്ങൾ തിയേറ്റർ വന്നപ്പോൾ ആകെ പൊളിഞ്ഞ് ഊപ്പലും പിടിച്ച് അലങ്കോലായി കിടക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു ടിക്കറ്റ് തരലാന്ന് വിചാരിച്ചു. സാധാരണ 10 പേരെങ്കിലും വേണമെന്നൊക്കെയാണ് പറയാറ്. ഇന്നിപ്പോ ശനിയാഴ്ച ആയിട്ട് കൂടി സിനിമ കാണാൻ ആളുകളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോ എന്തായാലും എല്ലാവരും ഒന്ന് സിനിമ കാണാനൊക്കെ ആയിട്ട് തിയേറ്ററിലേക്ക് വരാം. സേഫ് ആയിട്ട് തന്നെ വരാം. നമ്മുടെ മരക്കാറ്. അത് തന്നെ. എന്റെ അവസാനം മരക്കാറ് OTTക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ പെരുമാറി നഷ്ടമായിട്ട്. ഇപ്പൊ ഇവിടെയൊക്കെ ഒരു മനുഷ്യനെ കാണാനില്ല. ആകെ വിരലിലുണ്ടാവുന്ന ആൾക്കാരുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ 3 സിനിമയുണ്ട്. ഓൾറെഡി 4 സിനിമയുണ്ട്. എന്നിട്ടും ഒരു 20-25 പേര് കൂടുതൽ ആളുകൾ ഇപ്പൊ UVM സിനിമാസിലില്ല. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമകൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇപ്പൊ എല്ലാവരും OTT സിനിമ ഉണ്ട്. ഇപ്പൊ എല്ലാവരും OTT അഡിക്റ്റ് ആയോന്ന് അറിയാൻ പാടില്ല. ടെലഗ്രാമൊക്കെ വന്നതിന് ശേഷം ആളുകളൊന്നും തിയേറ്ററിലേക്ക് വരുന്നില്ല. പിന്നെ കൊറോണയുടെ പേടിയുണ്ട്, അതറിയാം. കൊറോണയൊക്കെ ഉണ്ട്. സേഫായിട്ട് നമ്മൾ സേഫായിട്ട് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് തിയേറ്ററിൽ ഒന്ന് സിനിമ കണ്ടിട്ട് പോവാം. തിയേറ്ററിൽ ഒന്ന് സിനിമ കാണുന്നതിന്റെ അത്ര ഫീലൊന്നും വീണ്ടും മുമ്പ് കിട്ടില്ല നമുക്ക്. അപ്പൊ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ ഒന്ന് സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി തിയേറ്ററിന് ഉള്ളിൽ കയറിയിട്ട് എത്ര പേരുണ്ടാവുമെന്ന് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് തന്നെ നോക്കാം. ഉള്ളിലാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുണ്ടോ? സീറ്റൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് വിചാരിച്ച പോലെ അല്ല. സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പൊ ഇനി ഇവിടെ വിജയുടെ എടുക്കണ്ടോ? ഇനി ഇവിടെ ഒരു വിജയുടെ പടം ഇറങ്ങിയുടെ ആഘോഷമാക്കുമ്പോഴാണ്. വാ, മോലാലിന്റെ അവിടെ എന്തായാലും ഇറങ്ങില്ല. മോലാലിന്റെ അവിടെ അപ്പോൾ ആശീർവാദമായിരിക്കും. ഇവിടെ ഉള്ളി വിജയപടം. അങ്ങനെ ഡോക്ടറിന്റെ ഇന്റർവെല്ലായി. എങ്ങനെയുണ്ട് പടം? ഇന്റർവെൽ വരെ കുഴപ്പമില്ല. ആവറേജ് ചിരിക്കാനൊക്കെ ഉണ്ട്. അതെ, ഒരു ട്രെയിൻ സീൻ ഉണ്ട്. ഭയങ്കര ഫണ്ണി സീനാണ്.
ആവറേജ് പടം. അതെ അത്ര വലിയതായിട്ട് പറയാനൊന്നുമില്ല. ചിരിക്കാനുണ്ട്, കണ്ടമാനം ചിരിക്കാനുണ്ട്. മറ്റവനുണ്ട്, എന്റെ പേര് എന്തായിരുന്നു, യോഗി ബാബു. യോഗി ബാബു. അവനാ അടിപൊളിയാണ്. യോഗി ബാബുവിന് നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ശിവകാർത്തികേയന് പ്രത്യേകിച്ചൊന്നുമില്ല, അഭിനയിക്കാൻ അറിയില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. ഒരു എക്സ്പ്രഷനും ഇല്ല. പിന്നെ ഓൾറെഡി ഡയറക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനകത്ത് എക്സ്പ്രഷൻ ഇല്ലാത്ത ആളാണ്. അതുകൊണ്ടായിരിക്കണം പുള്ളിയുടെ അഭിനയം എനിക്ക് അത്ര മെനയായിട്ട് തോന്നിയില്ല. ആ ഒരൊറ്റ ഒരു ഇമോഷൻ മാത്രമാണ് പുള്ളിയുടെ ഫേസിൽ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ക്ലൈമാക്സിൽ മാത്രമാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പടം കുഴപ്പമില്ല. തിയേറ്ററിലൊന്നും കാണാണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പൊ അടുത്ത 5-ാം തീയതി ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വരും. അപ്പൊ എല്ലാവരും അതിനകത്ത് ഉണ്ടാവുന്ന എനിക്ക് പറയുള്ളൂ. കാരണം തിയേറ്ററിലൊന്നും കാണാനുള്ളൊരു പടം ഇല്ല. സിനിമാസിൽ 130 രൂപയായിരുന്നു. അപ്പൊ ഇവൻ ഡോക്ടർ നേരത്തെ കണ്ടാണ് കോയമ്പത്തൂർ പോയിട്ട്. അതുകൊണ്ടാണ് രാവിലെ വരാണ്ടിരുന്നത്. പിന്നെ എക്സാമിന് റെക്കോർഡൊക്കെ വെച്ചിട്ട് കൂടി തന്നെയാണ്. എത്ര മണിയോ ഷോ? 2 മണിയാന്ന് ഓടി വന്നത്. അപ്പൊ 2 മണി വല്ല ആയിട്ടില്ല. അവ 2:30 ഷോ. അപ്പൊ ഇനി അരമണിക്കൂർ നമ്മൾ പോസ്റ്റ് അടിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. നമ്മള് പന്നേനും ഇവിടെ തീറ്റയൊക്കെ തുടങ്ങി. അപ്പോ ഞങ്ങളും പോയി എന്തെങ്കിലും പപ്സയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കട്ടെ. എന്നിട്ട് നമുക്കിനി തിയേറ്ററിലേക്ക് അല്ല സിനിമ കാണാൻ വേണ്ടി കയറാം. അങ്ങനെ നമ്മൾ വനം കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. പടികൾ. ഇവിടെ ആച്ചിനെ കാണുന്നില്ല. ഇവിടെ ആച്ചിണ്ട്, ഇവിടെ മിഥുനുണ്ട്. അനിയല്ലേ? അങ്ങനെ ദേവന്മാരിവിടെ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സമയം 2:26 ആച്ചിയുടെ വെനം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെനം 1 തന്നെ പുള്ളി കഴിഞ്ഞ ദിവസം കാണണേ. എന്നിട്ട് വെനം 2 കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആരാ വെനം എന്നൊക്കെ ചോദിക്കട്ടെ. വി ആർ വെനം അല്ലെ? ഡയലോഗൊക്കെ പറയുന്നുണ്ടോ? ഇനിയിപ്പോ ഇതിനകത്ത് കണ്ടിട്ട് എന്തെങ്കിലും ഡയലോഗ് കിട്ടി കഴിഞ്ഞാൽ അത് തള്ളി പറിക്കുന്നതായിരിക്കും. അതെ അതെ. അപ്പൊ ഞാൻ അപ്പനോട് ഒരു ചോദിക്കട്ടെ, ഇവനെങ്ങനെ ഇത്ര പവർ കിട്ടി? ജസ്റ്റ് അവന്റെ ഒരു കൈ അടിച്ചപ്പോഴേക്കും മറ്റേ സാധനം കുത്തിവെച്ചപ്പോ ഇൻഫെക്ഷൻ വന്നാണ്. ഓ അങ്ങനെയാണ്. കണ്ടില്ലേ? അപ്പൊ അതാണ് കാര്യം. നീ ചോദിക്കാൻ ഞാനല്ല, അതാ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രധാന കാരണം. അപ്പൊ ഇന്റർവെല് വരെ കുഴപ്പമില്ല, പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയോട് കണ്ടു. അങ്ങനെ നമ്മൾ 2ാമത്തെ പടവും കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പറയൂ ആച്ചി, എങ്ങനെയുണ്ട് പടം? അടിപൊളി പടമാണ്. എല്ലാവർക്കും മനസ്സിലായി. മിഥുൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സംഭവം വലിയ ഹോപ്പൊന്നും ഉണ്ടായില്ല. എന്റർടൈനിങ് ആയിരുന്നു. എൻഗേജിങ് ആണ് പടം. എല്ലാവരും സ്പൈഡർമാനും പോയി കണ്ടതാണ്. ഇനിയിപ്പോ ഡിസംബറില് സ്പൈഡർമാൻ കണ്ടാലാണ്. ഡിസംബറിലെ ക്രിസ്മസിന് സ്പൈഡർമാൻ വരും. സ്പൈഡർമാൻ ഒരുമിച്ച് അവൻ നെറ്റ്ഫ്ലിക്സിലെ ആളാണ്. അപ്പൊ നമ്മള് ഈ പടം കഴിഞ്ഞു. ഇനിയിപ്പോ സമയത്ത് 6 മണിക്കാണ്. അപ്പൊ അതുവരെ നമ്മളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തോന്നല്ല, ഗ്യാസ് കയറി തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി അടുത്ത പടത്തിന് വരാൻ വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതിനോട് നമുക്ക് അടുത്ത സ്റ്റാർ കാണാം. അത് ഇവിടെ തന്നെയാണ്. ആദ്യം EVM-ലാന്ന് വിചാരിച്ചാൽ, പക്ഷേ സ്റ്റാറും ആശീർവാദം തന്നെയാണ്. അപ്പോൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതൊരു ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാം. അങ്ങനെ നമ്മൾ അടുത്ത സിനിമയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാണ്. സ്റ്റാർ. എന്താ പറഞ്ഞേ?
ആരും വന്നിട്ടില്ല, ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ അവസാനം നമുക്ക് ടിക്കറ്റ് തരാന്ന് പറഞ്ഞത് ആച്ച ടിക്കറ്റ് എടുക്കാൻ പോവാണ്. 10 പേരുണ്ടെങ്കിലാണ് സിനിമ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞത്. 10 പേരായി തോന്നുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർ കാണാൻ വേണ്ടി വീണ്ടും കയറിയിരിക്കുകയാണ്. കയറാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. അതെ അതെ, അവസാനം ആളുകളൊക്കെ വിളിച്ചു കൂട്ടി കയറ്റേണ്ടി വന്നു. ആകെ ഞങ്ങള് 3 പേരുണ്ടാവും ആദ്യം. പിന്നെ ഇതിനു മുമ്പ് അപ്പൂന് ഇതിനൊരു ഇതിനാണ് ഏത് പടം കാണാൻ വന്നപ്പോഴാ? സ്പൈഡർമാൻ അല്ലേ? ഇഷ്ടംപോലെ ഇംഗ്ലീഷ് സിനിമ കാണാൻ വന്നാൽ ഇതാണ് പ്രശ്നം. സ്പൈഡർമാനൊക്കെ അപ്പു കാണാൻ വന്നിട്ട് ആളില്ലാഞ്ഞിട്ട് 10 പേരെ ആൾക്കാര് ഇന്റർവെല്ലായിരിക്കാണ് ജീവനോടുള്ളത്. ഞങ്ങള് എന്ത് തെറ്റ് ചെയ്തെന്ന് അറിയാൻ വേണ്ട ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ്. ഇതില് പേടിപ്പിക്കാൻ നോക്കണ്ട്, പക്ഷെ ഞങ്ങൾ തുറക്കാതെ വന്നു. ഇതില് പ്രൊഡ്യൂസറിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണോ എന്ന് എനിക്കറിയില്ല ആ ചേച്ചിക്ക് അഭിനയിക്കാൻ അവസരം കൊടുത്തത്. എന്താണ് ആ ചേച്ചി കാട്ടിക്കൂട്ടുന്നത് ഒരു പിടിയില്ല. ഈ ജോജിയൊക്കെ ഇതിന് തല വെച്ചെന്ത് ചെയ്യാന്നാണ് മനസ്സിലാവുന്നത്. പൃഥ്വിരാജ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു സിനിമയ്ക്ക് പൃഥ്വിരാജിന്റെ എൻട്രി കിടന്നു ഇറങ്ങാൻ ഉറങ്ങാന്ന് വിചാരിച്ചിരിക്കും. അല്ല, ഞങ്ങള് നേരത്തെ പറഞ്ഞാൽ ആദ്യം സിനിമ കാണാൻ ആളില്ലാത്തോണ്ട് ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് വന്ന ആളാണ് ആദ്യം. 2 പേര് വന്നപ്പോ ടിക്കറ്റ് വന്ന അവസാനം ഞങ്ങൾ തിയേറ്ററിൽ കയറിയതാണ്. ഇപ്പൊ ഇവിടെ മൊത്തം 10 പേരുണ്ട്. ഇന്നലെ ഇറങ്ങിയ പടമാണ്. അപ്പോ ഞാൻ വിചാരിച്ചു ആളുകൾ കൊറോണനെ പേടിച്ചിട്ടാണ് സിനിമയ്ക്ക് വരാത്തെന്ന് വിചാരിച്ചത്. പക്ഷെ സിനിമേനെ പിടിച്ചിട്ടുള്ള ആള് വരാത്തത് പിന്നെ ആമസോൺ പ്രൈമിൽ വരുമ്പോ നിങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുക. അതെ, ഞങ്ങൾ എന്തായാലും കാശ് കൊടുത്തോണ്ട് പെട്ടെന്ന് കണ്ടിരിക്കട്ടെ. പടം തുടങ്ങി. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ പടം പിടിച്ചതെന്ന് അറിയാൻ പാടില്ല. പൃഥ്വിരാജ് എന്ത് തല വെച്ചതെന്ന് പോലും അറിയാൻ പാടില്ല. അല്ല, പൃഥ്വിരാജ് തല വെച്ചതെന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ചേരം ഉള്ളൂ, 5 മിനിറ്റ് പോലും ഇല്ല. പൃഥ്വിരാജിന്റെ സീൻ മാത്രം മതിയായിരുന്നു പടം. അത് ഷോർട്ടായിട്ട് എടുത്തിട്ടായിരുന്നെങ്കിൽ ഈ കഥ മാത്രം ഈ സിനിമ തീർന്നേനെ. അല്ല, ഇനി ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ നാളെ ഞങ്ങൾ ഇടുന്നുണ്ട്. ഞങ്ങളുടെ മാസ്റ്റിക് മീഡിയ ചാനലിൽ നല്ല ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നത് എല്ലാ സിനിമയുടെയും. അപ്പൊ ഇന്ന് രാവിലെ മുതൽ കണ്ട സിനിമകളില് ഏറ്റവും അലമ്പ് എന്ന് പറയാം എന്നുള്ള പടം തന്നെയാണ് ഇത്. നോട്ട് ഇൻട്രസ്റ്റ് ആരും പോവാതിരിക്കുക. അതെ, ഇനിയിപ്പോ സമയം ഉണ്ടെങ്കിൽ പോയി കാണാം. അതന്നെ, എന്തായാലും നമ്മള് തിയേറ്ററിലൊക്കെ ഒരാളുടെ കഷ്ടപ്പാടാന്നുള്ളതുകൊണ്ട് മാത്രം പുതിയൊരു ഡയറക്ടറാണ്. ആ ഒരു വിലയിൽ നമുക്ക് കണ്ടിരിക്കാന്ന് വെച്ചാൽ ചിലപ്പോ പ്രായമായവർക്ക് അല്ലെങ്കിൽ നമ്മളെ കൂടി പക്ഷെ എന്റെ അമ്മ കണ്ടുകഴിഞ്ഞാൽ ഇത് നല്ല പടമാണല്ലോ എന്ന് പറയാൻ സാധ്യതയുള്ള പടമാണ്. അതെ, ലാസ്റ്റ് ഒരു ഒറ്റ മെസ്സേജ് തുടങ്ങാൻ തന്നെ തീർന്നിരുന്നെങ്കിൽ ഷോർട്ട് ഫിലിമായിട്ട് ഇറക്കേണ്ട ഒരു പടമാണ്. അതിനാണ് ഇത്രയും മരിച്ചു കിട്ടിയത്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഞാൻ മരിക്കാനില്ല പടം നമുക്ക് പോയി കാണാം. അതായത് ജെയിംസ് ബോണ്ടിനെ നോ ടൈം ടു ഡൈ കാണാൻ വേണ്ടി നമ്മൾ മരിക്കാൻ സമയമില്ല എന്നുള്ളത്. ഞങ്ങൾക്കും മരിക്കാൻ സമയമില്ല, കാരണം നമ്മളിപ്പോ മരിക്കാൻ സമയമില്ലാതുകൊണ്ട് ഇറങ്ങി പോകുന്നു. ഇപ്പൊ ആശീർവാദ് സിനിമാസിലാണ് നിൽക്കണം. ഇനി നമ്മൾ നേരെ EVM സിനിമാസിലേക്ക് പോവാണ്. അവരാണ് അടുത്ത പടം. അപ്പൊ നമുക്കിനി എന്തായാലും അങ്ങോട്ടേക്ക് പോകാം, ലാസ്റ്റ് പടത്തിലേക്ക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ സിനിമ കാണാൻ വേണ്ടി പോവാണ്. ടിക്കറ്റ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ആദ്യത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മരിക്കാൻ സമയമില്ല എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് അവസാനമായിട്ട് കാണാൻ പോകുന്നത്. ടിക്കറ്റ് തരുമെന്ന് എന്തായാലും ചോദിച്ചു നോക്കാം. അപ്പൊ നോ ടൈം ടു ഡൈ ആണ് നമുക്ക് ഒരാളെ കൂടി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും സിനിമ കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അവളെ ആച്ചിയും ഒപ്പം ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കുന്നു. നമ്മൾ ഗൂഗിൾ പേയിലാണ് പൈസ സെൻഡ് ചെയ്യുന്നത്. ഇവിടെ തിയേറ്ററിൽ ഇപ്പൊ അങ്ങനെ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വലിയ ഉപകാരം. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കായിരുന്നു നമുക്ക്. പക്ഷെ ടിക്കറ്റ് കിട്ടി. അല്ല, എനിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ ഇതാണ്. നമുക്ക് എന്തായാലും അതുകൂടി കണ്ടിട്ട് വീട്ടിൽ പോകും.
ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ 1 day 4 ഫിലിംസ് ചലഞ്ച് ഇന്നിവിടെ ഇപ്പൊ അവസാനിക്കുകയാണ്. സമയം 12 മണിയായി. 12 മണിക്ക് ഇനി 3 മിനിറ്റ് ഉള്ളൂ. ഇനി പോയി വല്ലതും കഴിക്കണം. നമ്മുടെ ജോർജ് ചേട്ടന്റെ തട്ടുകടയിൽ പോയി വല്ലതും തട്ടണം. അപ്പൊ ഇന്ന് കണ്ടതില് ഏതാ എല്ലാവർക്കും ഇഷ്ടമായ സിനിമ? അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇപ്പൊ ഇന്ന് കണ്ടതിൽ ഇപ്പൊ ലാസ്റ്റ് കണ്ട ജെയിംസ് ബോണ്ടാണ് ഇഷ്ടമായത്. പിന്നെ വെനം കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തീർന്നോണ്ട് വലിയ ബോറടി. പക്ഷെ ജെയിംസ് ബോണ്ടിൽ ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു, 2.25 മണിക്കൂർ പാടാം എന്റെ പൊന്നോ. അതുകൊണ്ട് മാത്രം ഒരു ഇത്ര ഉണ്ടായുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് സാധാരണ സ്റ്റോറി. അപ്പൊ നമ്മള് ഒരു വലിയൊരു ചലഞ്ചാണ് നമ്മൾ ചെയ്തത്. വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പൊ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അപ്പോ ഈ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളൊരു പുതിയ ചലഞ്ചാണ് ഇപ്പൊ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. 1 day 4 ഫിലിംസ്. ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഏകദേശം എത്ര സിനിമകൾ കാണാൻ പറ്റും? 8 ഷോസ് അല്ലേ? ഫിലിം ഫെസ്റ്റിവലില് 8 ഷോസ് ഒക്കെ ഉണ്ടാവുന്നതാണ് പറയണത്. നീ പോയിട്ടില്ലേ? പക്ഷെ എപ്പോഴും അങ്ങനെ നമ്മള് റെസ്റ്റ് ഒക്കെ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മളിവിടെ റെസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഇതിപ്പോ റെസ്റ്റ് ഒക്കെ കിട്ടും, ഫുഡ് കഴിക്കാനുള്ള ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫിലിം ഫെസ്റ്റിവലിൽ പോയ ഒരാളാണ് പറഞ്ഞത്. അപ്പൊ ഫിലിം ഫെസ്റ്റിവലിനേക്കാൾ എക്സ്ട്രീം ചലഞ്ചാണ് നമ്മൾ ചെയ്തത്. ഇന്നവരെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു. കാരണം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ഒന്നും കണ്ടില്ല. അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹം നമ്മൾ സാക്ഷാത്കരിച്ചു. അപ്പൊ ഈ ചലഞ്ച് ഏറ്റെടുത്ത് രാവിലെ പപ്സ് കഴിച്ചാണ്. കുറച്ച് കാര്യങ്ങള് മറ്റേ ഇവിടെ നിട്ടുന്ന സാധനങ്ങൾ മാത്രമേ കഴിച്ചോളൂ. ഇനിയിപ്പൊ കാര്യമായിട്ട് കഴിക്കണേ ഇപ്പൊ തട്ടടപ്പ് കഴിക്കണം. അതെ. അപ്പൊ ഈ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരു ഓപ്പൺ വേൾഡ് ചലഞ്ച് ഞങ്ങൾ എടുത്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലത്തെ ചലഞ്ചൊക്കെ ഈ ചലഞ്ച് ചെയ്യാൻ എല്ലാവരെയും കൊണ്ടും പറയാം. സിനിമാ പ്രേമികൾ എല്ലാവരും ഞാൻ ചലഞ്ച് ചെയ്യാനായിട്ട് ഓപ്പൺ ചലഞ്ച് ആയിട്ട് വിളിക്കുകയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചലഞ്ചാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് തിയേറ്ററൊക്കെ ആളുകളൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ കണ്ടതിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നത് ഈ ജെയിംസ് ബോണ്ടിനാണ്. ബാക്കി എല്ലാത്തിനും 20 ഒക്കെ ആൾക്കാരുണ്ടായുള്ളൂ. പിന്നെ ഏതാണ് സ്റ്റാറിന് 8 പേരുണ്ടായുള്ളൂ. ഞങ്ങള് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ്. അവസാനം 2 പേരോട് വന്ന് കണ്ടു. അപ്പോ ഞങ്ങള് പോവാണ്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.